அனைவருக்கும் வணக்கம். நான் இப்போது மகாகவி பாரதியாரின் நல்லதோர் வீணை என்னும் കവിതയെ ഉங்கள் മുൻ ചൊല്ലപ്പോകുകയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യജന്മത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ മനുഷ്യനായി ജനിച്ച് നമ്മൾ മരിച്ചു പോയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത്. എൻ്റെ ജന്മം വെറും പാഴ് ജന്മമായി പോകരുത്. ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് ദൈവത്തിൻ്റെ കരുണ വേണം. ഒരു വീണ, ആ വീണയെ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആരെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് അതിനെ മാലിന്യ കൂമ്പാരത്തിലെടുത്ത് കളയുമോ? ഇല്ല. വളരെ അധ്വാനിച്ച് ഒരു നല്ലൊരു വീണയെ ഉണ്ടാക്കിയിട്ട് വെറുതെ എടുത്ത് ആരും കളയില്ല. അതുപോലെയാണ് ഈ മനുഷ്യജന്മവും. മനുഷ്യനും ഒരു വീണയാണ്. ഒരു വീണയെ പാഴാക്കി കളയുന്നത് പോലെ ഈ ജന്മത്തിനെ ഞാൻ പാഴാക്കി കളയരുത്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറയുന്നത് പോലുള്ള ഒരു കവിതയാണ് ഇത്. ഇനി നമുക്ക് കവിതയെ നോക്കാം. നല്ലതോർ വീണை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. சொல்லடி சிவசக்தி, சொல்லடி சிவசக்தி, என்னை சுடர்மிகும் அறிவுடன் படைத்து விட்டாய். நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் എറിവതുണ്ടോ. നല്ലതോർ വീണൈ, നല്ലൊരു വീണയെ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ നലങ്കട, അതിൻ്റെ ഗുണമെല്ലാം നഷ്ടമായി പോകുന്ന രീതിയിൽ പുഴുതിയിൽ, മാലിന്യത്തിൽ എടുത്ത് എറിവതുണ്ടോ. ആരെങ്കിലും എടുത്ത് കളയുമോ? കളയില്ല. ചൊല്ലടി ശിവശക്തി. ഭാരതിയാർ ശിവശക്തി, ശിവൻ്റെ ശക്തി, ആ ദേവിയുടെ ആരാധകനാണ്. പറയൂ ശിവശക്തി, അതുപോലെ എന്നെ ചുടർമികും അറിവുടൻ പടയ്ത്ത് വിട്ടായി. ചുടർമികും അറിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധി. ചുടർമികും, ചുടർ പ്രകാശം, അല്ല പ്രകാശമുള്ള അറിവോടുകൂടി എന്നെ ഈ ലോകത്ത് നീ സൃഷ്ടിച്ചിട്ട് പടയ്ത്ത് വിട്ടായി. പടയത്തിൽ സൃഷ്ടിക്കൽ. എന്നെ സൃഷ്ടിച്ചിട്ട് വെറുതെ എടുത്ത് വീണയെടുത്ത് കളയുന്നത് പോലെ ഞാനും എൻ്റെ ജന്മവും പാഴ് ജന്മമായി പോകാനാണോ ഞാൻ ഇവിടെ വന്നത്? അല്ല. വല്ലമൈ താരായോ இந்த மாநிலம் பயனுற வாழ்வதற்கே. വല്ലമൈ താരായോ, വല്ലമ എന്ന് പറഞ്ഞ ശക്തി എനിക്കും തരണം, ഈ ലോകത്തിനും തരണം. ഇന്ത മാനിലം, ഈ മാനിലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളവർ, ഈ ലോകത്തുള്ളവർ പയനുറ വാഴ്വതർക്ക്, പയൻ ഉപയോഗം ഉള്ള രീതിയിൽ വാഴ്വതർക്ക്, ജീവിക്കാൻ വേണ്ടി ഉള്ള ഒരു ശക്തിയെ എനിക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശിവശക്തിയെ നീ തരണം. ചൊല്ലടി ശിവശക്തി, നീല ചുമയന വാഴ്ന്നിട പുരികുവയോ. വല്ലമൈ താരായോ இந்த മാനിലം പയനുറ വാഴ്വതற்கு. ചൊല്ലടി ശിവശക്തി, വീണ്ടും പറയാണ്, ശിവശക്തിയെ പറയൂ. നിലച്ചുമയന, നിലം എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെ. ഈ ഭൂമിയിൽ ചുമൈ ഭാരം, വെറും ഒരു ഭാരമായിട്ട് വാഴ്ന്നിട, ജീവിക്കാൻ വേണ്ടിയാണോ നീ എന്നെ ഇവിടെ ജനിപ്പിച്ചത്? നിലച്ചുമയന വാഴ്ന്നിട പുരികുവയോ, നിലത്തിൽ വെറും ഭാരമായിട്ട് ജീവിക്കാനാണോ നീ എന്നെ ഇവിടെ സൃഷ്ടിച്ചത്? അല്ല. എന്തോ ഒരു കാര്യം കാണും, അതിന് വേണ്ടിയാണല്ലോ എന്നെ നീ ഇവിടെ സൃഷ്ടിച്ചത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണം. അങ്ങനെ ഞാൻ നല്ലവനായി ജീവിക്കാൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ശക്തി, ശിവശക്തി എനിക്ക് നീ തരണം. അത്രയും ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാം. നല്ലതോർ വീണை செய்தே அதை നലങ്കട പുഴുതിയിൽ എറിവതുണ്ടോ. ചൊല്ലടി ശിവശക്തി, என்னை சுடர்மிகும் அறிவுடன் படைத்து விட்டாய். நல்லதோர் வீணை செய்தே
வல்லமை தாராயோ இந்த மாநிலம் பயனுற வாழ்வதற்கே வல்லமை தாராயோ இந்த மாநிலம் பயனுற வாழ்வதற்கே சொல்லடி சிவசக்தி நில சுமையன வாழ்ந்திட புரிகுவையோ நல்லதோர் வீணை செய்தே. அடுத்தது விசையறு பந்தினை போல் உள்ளம் வேண்டிய படி செல்லும் உடல் கேட்டேன். விசையறு பந்தினை போல் உள்ளம் வேண்டிய படி செல்லும் உடல் கேட்டேன். நசையறு மனங்கேட்டேன் நசையுறு மனங்கேட்டேன் நித்தம் நவமென சுடர் தரும் உயிர் കേട്ടേൻ. വിസയുറ് പന്തിനെ പോൽ. വിസൈ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. നമ്മൾ പന്തടിക്കുകയാണ്. പന്ത് വെറുതെ ചലിക്കില്ലല്ലോ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണല്ലോ ചലിക്കുന്നത്. അങ്ങനെ ഫോഴ്സ് കൊടുത്ത ഒരു പന്തിനെ പോലെ ഉള്ളം വേണ്ടിയപടി ചെലും ഉടൽ കേട്ടേൻ. ഉള്ളം മനസ്സ് വേണ്ടിയപടി, മനസ്സ് പറയുന്നത് പോലെ പോകുന്ന ഉടൽ കേട്ടേൻ. ശരീരത്തിനെയാണ് ഞാൻ ചോദിക്കുന്നത് നിൻ്റെ അടുത്ത്. ദൈവമേ, ശിവശക്തിയെ, എൻ്റെ മനസ്സ് പറയുന്നത് പോലെ എൻ്റെ ശരീരവും കേൾക്കണം. ഫോഴ്സ് കൊടുത്ത് പന്തിങ്ങനെ ചാടുന്നത് പോലെ എൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഓരോന്നിങ്ങനെ പറയും. അതനുസരിച്ച് ആ മനസ്സിൻ്റെ ഓർഡർ അനുസരിച്ച് എൻ്റെ ശരീരവും ചലിക്കണം. അങ്ങനെയുള്ള ഒരു ശരീരമാണ് ഞാൻ ചോദിക്കുന്നത്. വിസയറ് പന്തിനെ പോൽ ഉള്ളം വേണ്ടിയ പടി ചെലും ഉടൽ കേട്ടേൻ. നസയുറ് മനം കേട്ടേൻ. നസൈ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നസയുറ് മനം കേട്ടേൻ, ആഗ്രഹം ഉള്ള ഒരു മനസ്സിനെയാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ ബുദ്ധൻ പറയുന്നത് ആഗ്രഹമില്ലാത്ത മനസ്സ് വേണമെന്ന്. പക്ഷേ ഇവിടെ ഭാരതിയാർ ചോദിക്കുന്നത് ആഗ്രഹം ഉള്ള മനസ്സ് വേണമെന്ന്. കാരണം നസൈ ഉറ് എന്ന് പറഞ്ഞ, നസൈ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉള്ള, നസൈ ഉറ്, ആഗ്രഹമുള്ള ഒരു മനസ്സ് വേണം. അതായത് ജീവിക്കണമെങ്കിൽ ആഗ്രഹം വേണം. ആഗ്രഹമില്ലാതെ എന്തോന്നാണ് ജീവിതം? ഓരോന്നിങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലില്ല നമുക്ക് ആ രീതിയിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ആഗ്രഹമുള്ള ഒരു മനസ്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. നസയുറ് മനം കേട്ടേൻ. മനസ്സ്, ആഗ്രഹമുള്ള മനസ്സാണ് ഞാൻ കേട്ടേൻ ചോദിക്കുന്നത്. നിത്തം ദിവസവും നവമന ചുടർ തരും ഉയിർ കേട്ടേൻ. നവം എന്ന് പറഞ്ഞാൽ പുതിയത്. ദിവസവും എൻ്റെ ഉയിർ, എൻ്റെ ജീവൻ എന്നും പുതിയതായിരിക്കണം. ഞാൻ പുതിയതായി ഇന്ന് ജനിച്ചവനെ പോലെ ഞാൻ പ്രവർത്തിക്കണം. നിത്തം ദിവസവും നവമന പുതിയതുപോലെ ഇരിക്കുന്ന ചുടർ തരും ഉയിർ, നല്ല പ്രകാശമുള്ള നല്ല ശക്തിയുള്ള ഒരു ജീവനെയാണ് ഞാൻ എന്നും ചോദിക്കുന്നത്. നസയുറ് മനം കേട്ടേൻ നിത്തം നവമന ചുടർ തരും ഉയിർ കേട്ടേൻ. തസയിനൈ തീ ചുടിനും. നസൈ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു എന്താണ്? നസൈ ആഗ്രഹം. ഇവിടെ തസൈ എന്ന് പറഞ്ഞാൽ മാംസം. തസയിനൈ തീ ചുടിനും. എൻ്റെ മാംസത്തിന് തീ ചുടുന്ന ഒരു ദിവസം വന്നാലും. നമ്മുടെ മാംസത്തിന് എന്നാണ് തീ ചുടുന്നത്? നമ്മൾ മരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ മരിച്ച് എൻ്റെ ശരീരത്തിന് തീ തിന്നാലും തീ ചുട്ടാലും ആ സമയത്തും ഞാൻ നിന്നെക്കുറിച്ച് മാത്രമേ പാടാവൂ. ശിവശക്തിയെ പാടും നല്ല അഹം കേട്ടേൻ. ആ സമയത്ത് ഞാനിങ്ങനെ തീയിൽ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ നിന്നെക്കുറിച്ച് പാടുന്ന അഹം, അങ്ങനെയുള്ള ഒരു അഹം എന്ന് പറഞ്ഞാൽ മനസ്സ്, അങ്ങനെയുള്ള ഒരു മനസ്സാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മരിക്കുന്ന ആ സമയത്ത് പോലും നിന്നെക്കുറിച്ച് മാത്രമേ പാടാവൂ. അസൈവറ് മതി കേട്ടേൻ. അസൈവ് അറ് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അസൈവറ് മതി. അസൈവറ് എന്ന് പറഞ്ഞാൽ ഒരു തളർച്ചയില്ലാത്ത ബുദ്ധി. അതായത് എനിക്ക് നല്ല ഏത് സാഹചര്യത്തിലും എൻ്റെ ബുദ്ധിയിലും ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം.
അസൈവർ മതി കേട്ടേൻ. തളർച്ചയില്ലാത്ത ഒരു ബുദ്ധിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൈ അരുൾവതിൽ ഉനക്കെതും തടയുള്ളതോ. ഇവൈ ഞാൻ മേൽപ്പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇവൈ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ അരുൾവതിൽ, നീ എനിക്ക് അരുൾവതിൽ കരുണ പാലിച്ച് ഇതൊക്കെ എനിക്ക് തരുന്നതിൽ ഉനക്കെതും തടയുള്ളതോ, നിനക്കെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ദൈവമേ, ഞാൻ ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തരാൻ നിനക്കെന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സം പറയരുത്, എനിക്കിതെല്ലാം ശിവശക്തി നീ എനിക്ക് തരണം. ഇപ്പം ഞാൻ വെറുതെ പാഴ്ജന്മമായി പോകരുത്. ഈ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയാൽ ഞാൻ ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് എനിക്കും എൻ്റെ വീട്ടുകാർക്കും നാടിനും എല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടും. അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നത് പോലുള്ള ഒരു കവിതയാണ്. ഇത് മൊത്തം ഞാൻ വായിക്കാം. നല്ലതോർ വീണை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. சொல்லடி சிவசக்தி, சொல்லடி சிவசக்தி, என்னை சுடர்மிகும் அறிவுடன் படைத்து விட்டாய். நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. வல்லமை தாராயோ இந்த மாநிலம் பயனுற வாழ்வதற்கே. வல்லமை தாராயோ இந்த மாநிலம் பயனுற வாழ்வதற்கே. சொல்லடி சிவசக்தி, நில சுமையன வாழ்ந்திட புரிகுவையோ. சொல்லடி சிவசக்தி, நில சுமையன வாழ்ந்திட புரிகுவையோ. நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. விசையுறு பந்தினை போல், விசையுறு பந்தினை போல் உள்ளம் வேண்டிய படிச்செலும் உடல் கேட்டேன். விசையுறு பந்தினை போல் உள்ளம் வேண்டிய படிச்செலும் உடல் கேட்டேன். நசையுறு மனங்கேட்டேன், நித்தம் நவமென சுடர்தரும் உயிர் கேட்டேன். இசையுறு பந்தினை போல் உள்ளம் வேண்டிய படி சொல்லும் உடல் கேட்டேன். தசையினை தீச்சுடினும், தசையினை தீச்சுடினும் சிவ சக்தியை பாடும் நல் அகங்கேட்டேன். தசையினை தீச்சுடினும் சிவ சக்தியை பாடும் நல் அகங்கேட்டேன். அசைவர் மதி கேட்டேன், அசைவர் மதி கேட்டேன். இவை அருள்வதில் உனக்கெதும் தடையுள்ளதோ. நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. நல்லதோர் வீணை செய்தே அதை நலங்கட புழுதியில் எறிவதுண்டோ. அதை நலங்கட புழுதியில் எறிவதுண்டோ. பார்த்து கொண்டிருந்த அனைவருக்கும் நன்றி, வணக்கம். எல்லோரும் மறவாமல் சப்ஸ்கிரைப் பண்ண வேண்டும் என்று கேட்டுக்கொண்டு முடிக்கின்றேன். நன்றி, வணக்கம்.